നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണ്. ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ലോകത്തെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അണുബോംബ് നിർമ്മിക്കാൻ കഴിയുന്ന ശേഷിയിലേക്ക് ഇറാൻ എത്തിച്ചേരുന്നുവോ? അതിലും വലിയ ചോദ്യം, ഭൂമിക്കടിയിൽ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തകർക്കാൻ കഴിയുമോ? ഇന്ന് ഈ വീഡിയോയിൽ ഇറാന്റെ ആണവ പദ്ധതി, ഭൂഗർഭ കേന്ദ്രങ്ങൾ, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആശങ്കകൾ, ഭാവിയിൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി നോക്കാം. 1950കളിൽ തന്നെ ആരംഭിച്ചതാണ് ഇറാന്റെ ആണവ പദ്ധതി. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്നതാണ്. വൈദ്യുതി ഉൽപാദനം, ശാസ്ത്ര ഗവേഷണം, മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവയ്ക്കായാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്നാണ് അവരുടെ വാദം. എന്നാൽ അമേരിക്കയും ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഇത് വിശ്വസിക്കുന്നില്ല. അവരുടെ ആരോപണം വ്യക്തമാണ്. ഇറാൻ രഹസ്യമായി അണുബോംബ് നിർമ്മിക്കാനുള്ള ശേഷി വികസിപ്പിക്കുകയാണ്. തങ്ങളുടെ പക്കലുള്ള അണുബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ യുറേനിയം ശേഖരം സംരക്ഷിക്കുന്നതിനായി ഇറാൻ അതിശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതായും റിപ്പോർട്ട്. ആണവ ബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ മനഃപൂർവ്വം തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്താണ് ഇറാൻ ഈ പ്രതിരോധം തീർക്കുന്നത്. US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1/2 ടണ്ണോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ് ഇറാന്റെ പക്കലുള്ളത്. ഒരു മാസം മുമ്പത്തേക്കാൾ ഇപ്പോൾ ഈ ശേഖരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതീവ അപകടകരവും ദുഷ്കരവുമാണ് എന്നാണ് റിപ്പോർട്ട്. യുറേനിയം പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സൂചനകളെ തുടർന്നാണ് ഇറാൻ തങ്ങളുടെ താവളങ്ങൾ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങിയത് എന്ന് കരുതപ്പെടുന്നു. മെയ് പകുതിയോടെ US സൈന്യം ഈ ആണവ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും അപകട സാധ്യത കണക്കിലെടുത്ത് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളാണ്. പർവ്വതങ്ങളുടെ അടിയിലും കുന്നുകളുടെ ഉള്ളിലും 100 കണക്കിന് മീറ്റർ ആഴത്തിലുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ടവ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ കേന്ദ്രങ്ങളും. സാധാരണ ബോംബ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലാണ് ഈ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ചില കേന്ദ്രങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ പ്രയാസമാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. സാധാരണ ആണവ നിലയങ്ങൾക്ക് 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അണുബോംബ് നിർമ്മിക്കാൻ സാധാരണ 90%-ന് മുകളിലുള്ള സമ്പുഷ്ടീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകശക്തികൾ ആശങ്കയിലാണ്. കാരണം 60%-ൽ നിന്ന് 90%-ലേക്കുള്ള ദൂരം സാങ്കേതികമായി അത്ര വലിയതല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. യുറേനിയം നശിപ്പിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പുതിയ നീക്കം ഇതിൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. കരാർ ഒപ്പിട്ടാലും ശക്തമായ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം യുറേനിയം പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിക്കില്ലെന്ന് ഇറാൻ അവകാശപ്പെട്ടേക്കാം എന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു. ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച് ഭാവിയിൽ ഉപയോഗിക്കാനായി ഒരു ഭാഗം രഹസ്യമായി മാറ്റിവെക്കാൻ ഇറാന് സാധിച്ചേക്കും എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. തുരങ്കങ്ങൾ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ യുറേനിയം പുറത്തെടുക്കാൻ വലിയ ഖനന ഉപകരണങ്ങളും മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ഇതിനായി ടെന്നസിയിലെ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ നടപടികൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലെ തകർന്ന തുരങ്കങ്ങളിലാണ് യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും ഉള്ളതെന്ന് അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നു. ഇറാൻ അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ യുറേനിയം ശേഖരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രയേലിന്റെ നിലപാട് വളരെ കടുപ്പമാണ്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിലപാട്. കാരണം ഇറാന്റെ ആണവായുധ ശേഷി ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അവർ കരുതുന്നു. ഇതിനു മുമ്പും ഇറാന്റെ ആണവ പദ്ധതിയെ തടയാൻ സൈബർ ആക്രമണങ്ങളും രഹസ്യ ഓപ്പറേഷനുകളും നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ നിലപാട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയും ഇറാന്റെ ആണവ പദ്ധതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാൻ തന്റെ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു.
അതേസമയം നേരിട്ടുള്ള യുദ്ധം അമേരിക്കയ്ക്കും വലിയ വെല്ലുവിളിയാണ്. കാരണം മധ്യപൂർവേഷ്യയിൽ പുതിയൊരു വലിയ യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ ആഘാതം ലോക സമ്പദ് വ്യവസ്ഥയെ വരെ ബാധിക്കും. ഇവിടെയാണ് ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ് ലോകത്തെ എണ്ണക്കപ്പലുകളുടെ വലിയൊരു ഭാഗം സഞ്ചരിക്കുന്നത്. യുദ്ധം വ്യാപിച്ചാൽ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില കുതിച്ചുയരും, ഇന്ധനക്ഷാമം ഉണ്ടായേക്കാം, ലോക സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലുമാകും. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഇനി മുതൽ സൗജന്യം ഉണ്ടാകില്ല എന്നും ഫീസ് ഈടാക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. കടലിടുക്കിന്റെ ഭാവി മാനേജ്മെന്റ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഹോർമൂസ് കടലിടുക്കിൽ രാജ്യാന്തര ജലപാത ഇല്ലെന്നും അത് പൂർണ്ണമായും ഇറാന്റെയും ഒമാന്റെയും പരമാധികാര പരിധിയിലുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. ഇതുവരെ എല്ലാ കപ്പലുകൾക്കുമായി ഈ ജലപാത തുറന്നുകൊടുക്കുകയും ഇറാനും ഒമാനും ചേർന്ന് സൗജന്യമായി സുരക്ഷയും മറ്റ് സേവനങ്ങളും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യത്തിൽ ഇതിന്റെ മാനേജ്മെന്റിൽ മാറ്റം വരുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി ഫലപ്രദമായ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച സംയുക്ത കർമ്മ പദ്ധതി ഇരു രാജ്യങ്ങളും ഉടൻ പുറത്തിറക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇതേസമയം താൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. US-ഇറാൻ സമാധാന കരാർ അന്തിമമായി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനിടെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചെന്നും കരാർ ഈ വാരാന്ത്യത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി കൂടിയാലോചിക്കാതെയാണ് ട്രംപിന്റെ പ്രഖ്യാപനമെന്ന് US മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് നെതന്യാഹു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇറാനിയൻ ആണവ പരിപാടികൾക്കെതിരായ അന്താരാഷ്ട്ര പോരാട്ടത്തിന് 3 പതിറ്റാണ്ടുകളായി താൻ നേതൃത്വം നൽകുന്നുണ്ടെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഈ പോരാട്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഇറാൻ വർഷങ്ങൾക്ക് മുമ്പേ ആണവായുധം സ്വായത്തമാക്കിയേനെ എന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിനെ നശിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അത് തടയാൻ താൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. ഞാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇത് സംഭവിക്കില്ല, നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം കരാർ അന്തിമമായെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഞായറാഴ്ച ജനീവയിൽ അമേരിക്കയും ഇറാനും ഒരു കരാർ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരു കാര്യമാണ്: ഇറാൻ യഥാർത്ഥത്തിൽ ആണവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണോ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഇത് വെറും പ്രതിരോധ തന്ത്രമാണോ? അമേരിക്കയും ഇസ്രയേലും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? ഒരു തെറ്റായ തീരുമാനം പോലും മധ്യപൂർവേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. അണുബോംബ് എന്ന വാക്ക് തന്നെ ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളും വർദ്ധിച്ചുവരുന്ന യുറേനിയം സമ്പുഷ്ടീകരണവും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇത് വെറും ഒരു രാജ്യത്തിന്റെ പ്രശ്നമല്ല, ലോക സുരക്ഷയെയും എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വിഷയമാണ്. ഇറാന്റെ അടുത്ത നീക്കവും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതികരണവും വരും ദിവസങ്ങളിൽ ലോക വാർത്തകളിലെ ഏറ്റവും വലിയ വിഷയമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല.